അതിനിടയ്ക്ക് ജാനമ്മ എടുത്തോണ്ട് പോയോ? ചിലപ്പോ കുഞ്ഞ് ഉണർന്നു കാണും. ജാനമ്മേ, 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 കുഞ്ഞിനെ എടുത്തോണ്ട് പോയോ? എന്താ മോളെ? കുഞ്ഞുണർന്നോ? ജാനമ്മ മോളെ എടുത്തായിരുന്നു. ഇല്ലല്ലോ, കുഞ്ഞിവിടെ കിടക്കുമായിരുന്നല്ലോ. എന്നിട്ട് കുഞ്ഞെവിടെ? കുഞ്ഞെവിടെ ജാനമ്മേ? കുഞ്ഞിവിടെ കിടക്കുമ്പോഴാ ഞാൻ പാലെടുക്കാനായിട്ട് പോയത്. എന്നിട്ട് മോൾ എവിടെ? മോൾ എവിടെയെന്നാ ചോദിച്ചത്? ഞാൻ പാല് കൊടുത്തിട്ടാണല്ലോ കുഞ്ഞിനെ എവിടെ കിടത്തിയത്. പിന്നെന്തിനാ നിങ്ങൾ പാലെടുക്കാൻ പോയത്? അത് കുപ്പിയിൽ പാൽ നിറയ്ക്കാൻ പോയത്. അല്ല, കുഞ്ഞ് കരയുവാണെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. ഞാൻ പറഞ്ഞതല്ലേ കുഞ്ഞിനെ നോക്കാൻ. പിന്നെന്തിനാ നിങ്ങൾ പോയത്? എന്റെ മോള്, മോളെ, 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 നീല മോളെ. അയ്യോ, മോളെ, എന്റെ മോളെ എവിടെ പോയി? അയ്യോ, മോളെ, 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 അയ്യോ, മോളെ, എന്റെ കുഞ്ഞിനെ എവിടെ പോയി? കാണുന്നില്ലല്ലോ ഈശ്വര. മോളെ, മോളെ, അയ്യോ, മോളെ, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. മോളെ, അയ്യോ, എന്റെ കുഞ്ഞിത് എവിടെ പോയി? മോളെ, 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 ആനന്ദോട്ട് കുഞ്ഞിനെ കാണുന്നില്ല. കാണുന്നില്ലേ? ലേഖ, നീ എന്തൊക്കെയാ പറയുന്നേ? കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് ഹാളിൽ കൊണ്ട് കിടത്തിയിട്ട് കുളിക്കാൻ പോയതാ. ജാനമ്മ ഏൽപ്പിച്ചിട്ട് കുളി കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോ കുഞ്ഞിനെ കാണുന്നില്ല. ആനന്ദോട്ട, എന്റെ മോളെ കാണുന്നില്ല. കുഞ്ഞെവിടെ? എനിക്കറിയത്തില്ല സാറേ. തൊട്ടില് കിടക്കുന്ന കണ്ടിട്ട് ഞാൻ അടുക്കളയിലോട്ട് മാറിയതേ ഉള്ളൂ. പിന്നെ ലേഖമോള് പറയുമ്പോഴാ കുഞ്ഞിനെ കാണാനില്ലെന്ന് അറിഞ്ഞത്. ഹോളിൽ കിടക്കുന്ന കുഞ്ഞിനെ ആരെങ്കിലും എടുത്തോണ്ട് പോയി കാണുവാനോ തോട്ടാ? നിങ്ങൾ ഡോർ അടച്ചില്ലേ ജാനമ്മേ? ആ സമയത്ത് മുൻവശത്തെ ഡോറ് തുറന്നു കിടക്കായിരുന്നു സാറേ. എന്തൊക്കെയാ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തു വെച്ചിരിക്കുന്നേ? നമുക്ക് നോക്കാം. കുഞ്ഞിനെ കൊണ്ട് അവന്മാരെങ്ങോട്ടായിരിക്കും പോയേക്കുന്നത്? എടാ, ഒന്ന് വേഗം വിടറാ ജെയിംസേ. കാര്യം കഴിഞ്ഞിട്ട് ഉള്ള പൈസ മേടിച്ചോണ്ട് പോവാളാണ്.
അല്ലല്ലോ അനന്തോട്ടൻ. ആരോ എടുത്തോണ്ട് പോയതാ. ഇവര് ജോലിക്ക് വെച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. ഞാൻ മാത്രമായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. എവിടെയാണ് കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞത്? ആർക്കാ എടുത്ത് കൊടുത്തത്? എന്താ ഇത്? സാരമില്ല സാറേ, ഇങ്ങനൊരു അവസ്ഥയില് എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ. എന്ന് വെച്ചാ അബദ്ധം കാണിച്ചത് ഞാനാണല്ലോ. ഞാൻ അടുക്കളയിലോട്ട് പോയപ്പോ മുൻവശത്തെ വാതിലെങ്കിലും ഒന്ന് അടച്ചു പോകാൻ. ഒന്നും ചെയ്യാതെ ഇനി നിന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ എന്തായാലും പുറത്തൊക്കെ പോയി ഒന്ന് അന്വേഷിക്കട്ടെ. കണ്ണനോടും മഹിയോടും ഇപ്പൊ ഇത് പറയാൻ പറ്റില്ല ലേഖേ. അതുകൊണ്ട് അവര് വിളിച്ചാലും തൽക്കാലം ഒന്നും പറയണ്ട. കുഞ്ഞിനെ കണ്ടില്ലെങ്കിലും കാണാതിരിക്കില്ല. അങ്ങനെ തന്നെ വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. എന്റെ ഭഗവാൻ, അനന്തോട്ടാ, ഞാൻ കൂടി വരാം. വേണ്ട, നീ ഇവിടെ തന്നെ നിൽക്ക്. സത്യം പറയണം, നിങ്ങൾ ആർക്കെങ്കിലും കുഞ്ഞിനെ എടുത്തു കൊടുത്തോ? ഞാനെന്തിനാ മോളെ കുഞ്ഞിനെ എടുത്ത് കൊടുക്കുന്നേ? ഒന്നും പറയാൻ പറ്റില്ല. എന്റെ മോൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. സ്വിറ്റ്സർലൻഡിലുള്ളൊരു സായിപ്പ സാധാരണ ഈ സമയത്ത് ഇവിടേക്ക് വരാറാ പതിവ്. ഇത്തവണ നല്ല അവശതയുണ്ട്, അതുകൊണ്ടാ കോവളത്ത് തന്നെ തങ്ങിയത്. അവിടെ പോയി ഒന്ന് തിരുമ്പി ശരിയാക്കിയിട്ട് 2 ദിവസത്തിനുള്ളിൽ അയാളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ശരി സാറേ. നിനക്ക് അത്യാവശ്യം മർമ്മമൊക്കെ വശമാണല്ലോ. കുറച്ചു ദിവസം ഞാൻ സാറിനൊപ്പം നിന്നതല്ലേ, ആ പരിചയമുണ്ട് സാറേ. അതുകൊണ്ടാ ഞാൻ ജയപാലിനെ കൂട്ടാത്തത്. അനന്ത് സാറാണല്ലോ. എടുക്ക്, എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും. ഹലോ സാറേ. മാർക്കോ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ സാറേ? കണ്ണന്റെ കുഞ്ഞിനെ കാണാനില്ല. അയ്യോ എടാ, കണ്ണനും മഹാലക്ഷ്മി ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവര് ഫിനാൻസിയേഴ്സിലാ. ഞാനിവിടെ പ്ലാവിള ജംഗ്ഷനിലാ. നീ ഇവിടെ? ഞാനിവിടെ തോമസ് സാറിനൊപ്പം പുറത്തോട്ട് പോകാൻ ഇറങ്ങിയതാ. എന്നാ പിന്നെ അത് നടക്കട്ടെ. ഞാൻ എൻ്റെ ടെൻഷൻ കൊണ്ട് വിളിച്ചതാ. സാർ അവിടെ തന്നെ നിൽക്ക്, ഞാൻ പറ്റുമെങ്കിൽ ഉടനെ അങ്ങ് വരാം. എന്താ മാർക്കോ? സാറേ, കണ്ണൻ സാറിന്റെ കുഞ്ഞിനെ കാണാനില്ലെന്ന്. കർത്താവേ, എന്താ സംഭവിച്ചെന്ന് അറിയില്ല സാറേ. അനന്ത് സാർ കുഞ്ഞിനെ തിരക്കി ഇറങ്ങിയിരിക്കുക, പ്ലാവള ജംഗ്ഷനിലുണ്ടെന്ന്. എന്നാ പിന്നെ നീ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലു മാർക്കോ. ഞാൻ സായിപ്പിന്റെ അടുക്ക എങ്ങനെയെങ്കിലും എത്തിക്കോളാം. നീ സമയം കളയണ്ട, വേഗം ചെല്ല്. ശരി സാർ.
കാണാതെ ഇവിടെ എത്ര നേരം ഇരിക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. ലേഖയ്ക്ക് മോളെ കാണാതെ ഒരു ദിവസം പോലും പിടിച്ചേക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ താൻ അതിനേക്കാളും കഷ്ടമായിരിക്കുമല്ലോ. മക്കള് പെട്ടെന്നൊരു ദിവസം പഠിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകുമ്പോ, അല്ലെങ്കിൽ ജോലി കിട്ടി പോകുമ്പോ, അവരെ സ്നേഹിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഈ അവസ്ഥ ഉണ്ടാവാറുണ്ട്. പെൺമക്കള് വിവാഹം കഴിഞ്ഞ് പോകുമ്പോഴും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. അതൊക്കെ വലിയ കുട്ടികളുടെ കാര്യമല്ലേ? അതുപോലെയാണോ പൊടിക്കുഞ്ഞിന്റെ കാര്യങ്ങള്? പൊടിക്കുഞ്ഞ് വലുതാവുമ്പോ, അല്ലെങ്കിൽ അതിനൊരു 10-20 വയസ്സാവുമ്പോ, 20 വർഷത്തെ സ്നേഹവുമായിട്ടാണ് അത് വിട്ടകന്ന് പോകുന്നതെങ്കിൽ ഇതിനേക്കാളും നിരാശയും സങ്കടവും ഒക്കെ ഉണ്ടാവും ആ സമയത്ത്. അതുകൊണ്ടാ പഴമക്കാര് പറയുന്നത് കുട്ടികൾ 1-2 പോരാ, 4-5 ഒക്കെ വേണമെന്ന്. രണ്ടെങ്കിലും വേണം. അവിടെയാണ് നമ്മൾ ഉള്ളതിൽ തൃപ്തരല്ല എന്ന് പറയുന്നത്. താൻ കല്യാണം കഴിച്ചത് ആരെയാ? അരയ്ക്ക് താഴോട്ട് തളർന്ന എന്നെ. കുഞ്ഞു പോയിട്ട് മര്യാദയ്ക്ക് ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയാത്തവനായിരുന്നു ഞാൻ. തനിക്ക് സ്വർണം തന്ന് തന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് എനിക്കൊരു തണൽ, കൂട്ട്, അത്രയൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നുള്ളൂ. അന്ന് കുറ്റബോധം തോന്നിയിട്ടുണ്ട്. അത് ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. തന്നെപ്പോലെ സുന്ദരിയും ആരോഗ്യവതിയുമായ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചതിലുള്ള കുറ്റബോധം പലപ്പോഴും എന്നെ വേട്ടയാടിയിട്ടുണ്ട്. എന്നാ അവിടെ നിന്നൊക്കെ നമ്മൾ ഏറെ മുന്നോട്ട് പോയി. ഞാൻ ആരോഗ്യം വീണ്ടെടുത്തു. നമ്മൾ കുടുംബജീവിതം നയിച്ചു. ഇപ്പോ നമുക്കൊരു കുഞ്ഞുമായി. നീലമോൾക്ക് താഴെ 2-3 കുട്ടികൾ ഉണ്ടായിക്കോട്ടെ. ഇനി ഉണ്ടായില്ലെങ്കിലും അതിൽ നിരാശപ്പെടാൻ പാടില്ല. ഞാനും അത്രേ കരുതിയിട്ടുള്ളൂ കണ്ണേട്ടാ. പിന്നെ കണ്ണേട്ടന്റെ കുഞ്ഞുങ്ങളെ എത്ര വേണേലും പ്രസവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ. അപ്രതീക്ഷിതമായിട്ട് നമുക്ക് വന്ന നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ലേഖയെ അനന്തുവിനെക്കുറിച്ചും നമ്മൾ ഇടയ്ക്കൊക്കെ ആലോചിക്കണം. അവർക്ക് ഇന്നില്ലാത്തതായിട്ടൊന്നുമില്ല, ഒരു കുഞ്ഞൊഴിച്ച്. അതാണ് ജീവിതം. എല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ ദൈവം സമ്മതിക്കില്ല. എന്നാലിന്ന് അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാ നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ബാല്യവും യൗവനവും ഒക്കെ കൈപ്പേറിയതായിരുന്നു. എന്നാലിപ്പോ നമുക്കൊരു കുടുംബം ഉണ്ടായപ്പോ നമ്മൾ അങ്ങേയറ്റം തൃപ്തരാണ്. അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇനി നഷ്ടങ്ങളൊന്നും വരുത്തരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം ആസ്വദിക്കുന്നതായിരിക്കും നല്ലത്. അല്ല കണ്ണേട്ടാ, നമ്മുടെ മോളിപ്പോ എന്ത് ചെയ്യായിരിക്കും? ജാനമ്മ കൊടുത്ത പാലൊക്കെ കുടിച്ച് സുഖമായിട്ട് ഉറങ്ങുമായിരിക്കും. കഴിഞ്ഞ ദിവസം പാല് കൊടുത്തപ്പോ മോൾക്ക് അവശത വന്നതുകൊണ്ട് മിക്കവാറും ഇന്ന് ലേഖയെ പാല് കൊടുക്കാൻ ചാൻസ് ഉള്ളൂ. ജാനമ്മ എങ്ങനെ പുറത്താക്കാന്നാ അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ. തൽക്കാലം എന്തായാലും അവര് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നവരെ അവിടെ നിൽക്കട്ടെ, ഓണം കഴിയുന്നവരെ. മോളെ, സാഗർ ബൈക്ക് കൊടുത്തോണ്ട് ധൃതിയിൽ എങ്ങോട്ടോ പോകുന്നുണ്ടല്ലോ. എന്തുപറ്റി? സത്യം പറ, അമ്മയ്ക്കും ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? എന്താ മോളെ, എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? കണ്ണേട്ടന്റെ കുഞ്ഞിനെ കാണാനില്ലെന്നും പറഞ്ഞ് ഇപ്പൊ മാർക്കോ വിളിച്ചിരുന്നു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി സാഗരേട്ടൻ ഓടിയതാ. അയ്യോ മോളെ, കുഞ്ഞ് എവിടെ പോയതാ? അത് കുഞ്ഞിനെ എടുത്തോണ്ട് പോയവർക്ക് അറിയാൻ പറ്റൂ. അതുകൊണ്ടാ അമ്മയ്ക്ക് അറിയാവോ എന്ന് ചോദിച്ചത്. മോളെ, ഞാൻ എങ്ങനെ അറിയാനാ? ഏട്ടനും ഏട്ടത്തെയും ഫിനാൻസിയേഴ്സിലേക്ക് പോയ സമയത്താ ഇത് സംഭവിച്ചിരിക്കുന്നത്. രണ്ടാളും ഒന്നും അറിഞ്ഞിട്ടില്ല. അയ്യോ, ലേഖേച്ചി കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് അവളിൽ കൊണ്ടുപോയി കിടത്തിയതാ. ഇന്ന് വന്ന് നോക്കുമ്പോ കുഞ്ഞിനെ കാണാനില്ല. അവിടെ കുഞ്ഞിനെ നോക്കാനായിട്ട് ഒരു സ്ത്രീ വന്നിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞേ. ഇനി ഇനി അവരായിരിക്കും കുഞ്ഞിനെ കൊണ്ട് പോയേ. അവരവിടെ തന്നെ ഉണ്ട്. അയ്യോ, ഇനി അവരുടെ അറിവോടെയാണോ കുഞ്ഞിനെ ആരെങ്കിലും എടുത്തോണ്ട് പോയതെന്ന് അറിയത്തില്ല. മോളെ, പൊടി കുഞ്ഞല്ലേ, ഏതെങ്കിലും ഭിക്ഷക്കാരുടെ കൈ കിട്ടിയ അവര് പിന്നെ കുഞ്ഞിനെ വെച്ചേക്കില്ല. അയ്യോ,
അങ്ങനെയൊന്നും പറയാതെ. അയ്യോ എന്റെ ദൈവമേ, ഇതറിഞ്ഞ ശേഷം ഒരു സമാധാനവും കിട്ടിയിട്ടില്ല. ഇവിടേക്ക് ഞാനും സാഗരേട്ടനും വന്നത് കണ്ണേട്ടിനൊരു കൂട്ടിനാ. ഇവിടെ വന്നു കഴിഞ്ഞാ ചിലരുടെയൊക്കെ മുഖം കാണേണ്ടി വരുമല്ലോ. എന്റെ ആങ്ങളയുടെയും അവന്റെ ഭാര്യയുടെയും മുഖം കണ്ടു കഴിഞ്ഞാ അന്നത്തെ ദിവസം പിന്നെ പോക്ക. എന്റെ മോനും മരുമോളും ആണെങ്കിലും എനിക്ക് ചില സമയത്ത് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് മോളെ. തോന്നിയിട്ടുണ്ടെങ്കിലേ രണ്ടിനെ ഈ വീടിന്റെ വെളിയിലാക്ക്. കുഞ്ഞിനെ കാണാതായതിന്റെ പിന്നിലെ അവര് സ്നേഹിക്കുന്നവരും തന്നെയായിരിക്കും. പ്രതാപനും വാമദേവനും ഒക്കെ അറിയാം എത്ര കണ്ണീര് പൊഴിച്ചാലും ജയിൽ മാസം ഒഴിവാക്കാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് അവന്മാര് രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും ചെയ്തതാണോ എന്ന് അറിയത്തില്ല മോളെ. ഏട്ടനും ഏട്ടത്തി ഇതറിയുമ്പോ എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നത്. ഒന്ന് ചിരി നിർത്ത പ്രതാപ. അയ്യോ, ഞാനല്ല അമ്മ ഇപ്പൊ ചിരിക്കുന്നത്. എന്റെ മോളാ. ഞാൻ പറഞ്ഞില്ലേ എന്റെ മോളുടെ മുഖത്തെ ചിരി കണ്ടിട്ട് ഞാൻ ജയിലിലേക്ക് പോകുള്ളത്. അത് നടന്നു കഴിഞ്ഞു. ഇനി ഈ തിരുവോണത്തിന് നമ്മുടെ മോള് ചിരിക്കും, ലക്ഷ്മിയും കണ്ണനും കരയും, വാ വിട്ട് നിലവിളിക്കും. ഇനി ഇനിയായിരിക്കൂടാ എല്ലാവർക്കും സംശയം. സംശയിക്കട്ടെ. കണ്ണനും കൂട്ടുകാരനും എല്ലാരും കൂടെ എനിക്കും വാമദേവനും ജീവപര്യന്തം തടവ് ശിക്ഷ വാങ്ങി തരാനല്ലേ നോക്കുന്നേ. അങ്ങനെ ഞാൻ ജയിലിൽ കിടക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് എന്റെ മോള് എന്നെ കാണാൻ വേണ്ടി അവിടെ വരും. ആ സമയത്ത് മോള് നല്ല സന്തോഷത്തോടെ വിടർന്ന മുഖമായിട്ട് വേണോമേ എന്റെ മുമ്പിൽ നിൽക്കാൻ. ഇനി കരയുന്ന എന്റെ മോളെ ഞാൻ ഒരിക്കലും കാണരുത്. ഇപ്പൊ എല്ലാം കൂടെ കിടന്ന് നെട്ടോട്ട് ഓടുമായിരിക്കും. ഓടട്ടെ, ഓടട്ടെ. നൂലുകെട്ടൊക്കെ നടത്തി എല്ലാരും ഒരുപാടങ്ങ് സന്തോഷിച്ചതല്ലേ അമ്മേ. ഓടട്ടെ. ദാണ്ടറ ഒരുത്തി വരുന്നുണ്ടറ. അവളെന്തെങ്കിലും അറിഞ്ഞോ എന്തോ? വരവ് കണ്ടിട്ട് അറിഞ്ഞ ലക്ഷണമൊന്നും ഇല്ലമ്മേ. അവൾ അമ്പലത്തിൽ പോയിട്ട് ദൈവത്തിന് മുമ്പിൽ സാഷ്ടാംഗം നമിച്ചിട്ട് വരിക, നമ്മൾ നശിക്കാൻ വേണ്ടിട്ട്. ഇടി മോഹിനിയെ, നീ അമ്പലത്തിൽ പോയിട്ടെ ആ കളവൻ പൂജാരിയുടെ മോനെ കണ്ടോടി? പിന്നെ അമ്പലത്തിൽ പോയ പൂജാരിമാരായ അച്ഛനെയും മോനെയും അവിടെയുള്ള എല്ലാവരെയും കാണത്തില്ല. കേട്ടോടാ, ഇവളെ ദൈവത്തെക്കാളും കൂടുതൽ കാണുന്നത് പൂജാരിയെയാ. ആ കണ്ടോട്ടമ്മേ, കണ്ടോട്ടെ. ഇനിയിപ്പോ ഇവളുടെ മരുമോൻ എനിക്ക് ജീവപര്യന്തം ശിക്ഷ വാങ്ങി തരും. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഇവക്കൊരു ആന്തുണ വേണ്ടേ? പൂജാരി എങ്കിൽ പൂജാരി. ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും പറയും ചെയ്യുന്നത് കൊണ്ടാ നിങ്ങൾക്കൊക്കെ ഓരോരോ തിരിച്ചടികൾ ഉണ്ടാവുന്നത്. എന്നു മുതലാടി ആ തിരിച്ചടി തുടങ്ങിയത്? നിന്റെ മൂത്ത മോളുടെ ജീവിതത്തിലേക്ക് ഒരുത്തം വന്നു കയറിയതിനു ശേഷമല്ലേ? ആ മൂത്ത മോളുടെ ജീവിതവും അമ്മയുടെ കൃപയാണെന്ന് ഇവള് മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കുന്നുണ്ട്. മൂത്ത മോളോട് അങ്ങനെ കൃപ കാട്ടിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ. അതുകൊണ്ടാ എന്റെ ലക്ഷ്മി മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയത്. ഇവള് പറഞ്ഞത് ശരിയാ കേട്ടോ. എന്തായാലും ഇവളുടെ മോൾക്കും മരുമോനുമാണ് ഈ തവണ ഓണം ഉള്ളത്, ഇല്ലേ? എന്ന് വെച്ചാ ഇനി ഇവളുടെ മരുമോന് വീൽ ചെയറിലിരുന്ന് പ്രയാസപ്പെട്ട് കുഞ്ഞിനെ മടിയിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലാതെ തന്നെ അവൻ എടുത്തോണ്ട് നടക്കാമല്ലോ. എന്റെ പൊന്നു പ്രതാപ, ഇതൊക്കെ ഒരു മഹാഭാഗ്യമല്ലേ? എന്തായാലും ഇപ്പൊ കരുണമോളും അവരുടെ സൈഡായി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോൾ ഉൾപ്പെടെ എല്ലാവരും നമ്മളെ ഇപ്പൊ ഒരു സൈഡിൽ അങ്ങ് ഒതുക്കി. അതെ അതെ. എടീ, നിന്റെ മൂത്ത മോളെ പോലെ തന്നെ ഇളയ മോള് സ്വാർത്ഥയാ.
ഇനി സ്വന്തം അച്ഛനെ കൊണ്ടും മുത്തശ്ശിയെ കൊണ്ടും അവക്ക് ഒരു പ്രയോജനമില്ലെന്ന് കണ്ടപ്പോ അവളെ കണ്ണന്റെ ലക്ഷ്മിയുടെ അടുത്തേക്ക് അങ്ങ് ചാഞ്ഞു നിൽക്കാൻ തുടങ്ങി. നന്ദിയില്ലാത്തവള് അല്ലേ ആ അതെ അതെ